CPIഎമ്മിൻ്റെ സ്ഥാപകാംഗമാണ് VS അച്യുതാനന്ദൻ. VSൻ്റെ വിയോഗം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ എത്തിച്ചു. അല്പം മുമ്പ് മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്ന് ചെങ്കൊടി പുതപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. ഇപ്പോൾ S. രാമചന്ദ്രൻ പിള്ളയാണ് CPIഎമ്മിൻ്റെ മുതിർന്ന നേതാവ്. S. രാമചന്ദ്രൻ പിള്ള എത്രയോ പതിറ്റാണ്ടുകളുടെ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു അനുഭവമുള്ള VSുമായുള്ള ഓർമ്മകളൊക്കെ പേറിയാണ് അവിടെ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് അദ്ദേഹം മടങ്ങുന്നത്. CPIഎം ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, മറ്റ് നേതാക്കൾ എല്ലാവരും P രാജീവ്, എളമരം കരീം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളാണ് VSൻ്റെ ചെങ്കൊടി പുതപ്പിച്ച് ആദരവോടെ മുദ്രാവാക്യം വിളികളുമായി ഇല്ല VS മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യങ്ങൾക്ക് നടുവിൽ ചെങ്കൊടി പുതപ്പിച്ച് VSനെ ഇപ്പോൾ പൊതുദർശനത്തിന് അവിടേക്ക് ആയിരക്കണക്കിന് ഇപ്പോൾ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി. അപ്പോൾ നമ്മൾ കാണുന്നതാണ് VS വീരസമരമാണ്. അങ്ങനെ ഇനി ആ വീരസമരം എന്നുള്ളത് VS എന്ന വീരസമരം ഇനി വീരസമര ചരിത്രമായി മാറുകയാണ് എന്നുള്ളത്. അത്രമേൽ സമരഭരിതമായ ഒരു യുഗമാണ് അവസാനിച്ചത്. ആ നിലയിൽ യുഗപ്രഭാവൻ 100 കടന്ന ജീവിത അനുഭവങ്ങൾ പേറിയുള്ള ഒരു മടക്കയാത്രയിൽ യുഗപ്രഭാവനായി നിന്ന് കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന ഈ കേരളത്തെ പടുത്തുയർത്തുന്നതിൽ ഇവിടുത്തെ ഏറ്റവും വലിയ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനമായി CPIഎമ്മിനെ കെട്ടിപ്പടുക്കുന്നതിൽ ഒക്കെ അതുല്യമായ സംഭാവനകൾ നൽകിയ അതിൻ്റെ ആ നേതൃനിരയിലെ വളരെ പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാളായി ചരിത്രം രേഖപ്പെടുത്തുന്ന VSൻ്റെ വിയോഗമാണ്. അവിടേക്കാണ് VSൻ്റെ മരണമറിഞ്ഞിപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തലസ്ഥാന നഗരിയിലേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രമൊക്കെയുള്ള ആ പ്രദേശത്തൊക്കെ അതിഗംഭീരമായ നിലയിലേക്ക് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വഴിക്കും ചലിക്കാൻ കഴിയാത്ത വണ്ണം ഇപ്പോൾ തന്നെ, അതായത് മരണവിവരം അറിഞ്ഞു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തലസ്ഥാന നഗരിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇനി ഈ രാത്രിയും നാളെയും അതിനടുത്ത ദിവസവുമൊക്കെ ഞങ്ങളുടെ പ്രിയ നേതാവിന് അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്ത്യാഭിവാദ്യം നേരാൻ ഒക്കെ എത്തുന്ന ആളുകൾ കേരളത്തിൻ്റെ ഈ ഓരോ കോണിലും നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ തന്നെയാണ്. VSൻ്റെ കുടുംബാംഗങ്ങളെ കാണാം. ഇപ്പോൾ VSൻ്റെ മൃതദേഹത്തിനരികിൽ മകൻ അരുൺകുമാറിനെ കാണാം. മന്ത്രി കടന്നപ്പള്ളിയുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉണ്ട്. സ്വാമി സന്ദീപാനന്ദഗിരിയെ അവിടെ കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ TV രാജേഷിനെ കാണുന്നു. CPIഎമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി V. ജോയ്, ജില്ലയിലെ നേതാക്കൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ അല്പം മുമ്പ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ പന്നിൻ രവീന്ദ്രനെ കാണുകയുണ്ടായി. നേരത്തെ ആശുപത്രിയിൽ VM സുധീരൻ എത്തിയിരുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷിനെ സ്ക്രീനിൽ കാണാം. അങ്ങനെ ആളുകളെല്ലാവരും അവിടേക്ക് എത്തുന്ന അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള വലിയ തിരക്കാണ്. അത് ക്രമീകരിക്കാനൊക്കെയുള്ള വലിയ ബുദ്ധിമുട്ട് അവിടെ, അതിനിടയിലൂടെ അതൊക്കെ ഒന്ന് ക്രമീകരിക്കാനുള്ള വലിയ പരിശ്രമം നടന്നു വരിക കൂടിയാണ് എന്ന് നമുക്ക് കാണാം. നമ്മൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള വിവരങ്ങളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലം CPIഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. ഇപ്പോൾ P. ജയരാജനാണ് ഇപ്പോൾ റീത്ത് സമർപ്പിച്ച് അന്ത്യാഭിവാദ്യം നേരുന്നത്. VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് P. ജയരാജനാണ് സ്ക്രീനിൽ കാണുന്നത്. ഈ നൂറ്റാണ്ട് കാലം CPIഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. അരനൂറ്റാണ്ട് കാലമായി കേന്ദ്ര കമ്മിറ്റി അംഗമായി, ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി നിൽക്കുന്ന CPIഎമ്മിൻ്റെ സ്ഥാപകാംഗമാണ് എന്ന വലിയ സവിശേഷതയാണ് VSനെ സംബന്ധിച്ചുള്ളത്. 1964 CPIഎം രൂപീകൃതമാകുമ്പോൾ അതിനു മുമ്പ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരിൽ ജീവിച്ചിരുന്ന ഏക വ്യക്തി, അവസാന വ്യക്തിയായിരുന്നു VS. ആ കണ്ണിയും നഷ്ടമായിരിക്കുന്നു.